ഇന്നലെയോ മിഞ്ഞാന്നായിട്ടുള്ള ഒരു ചന്ദ്രിക ഇപ്പൊ എനിക്ക് ആരോ കൊടുത്തത് ഒരു ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ വേങ്ങാട് ആസ്ഥാനയിൽ ഖാദിരിയ തരീഖത്ത് പരസ്യമാണ്. ഇത് ശരിയായ ഖാദിരിയ തരീഖത്താന്നാ പറയുന്നത്. ഏത് ഈ വേങ്ങാട് ആസ്ഥാന എന്ന് പറയുന്ന ഈ കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് സ്ഥാപിച്ച ഒരു മനുഷ്യന്റെ പാവം ഒരു വിവരമില്ലാത്ത ഈ കെ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, വേങ്ങാട്ട് വന്നിട്ട് പരസ്യമായിട്ട് അതിനേറെ സംസാരിച്ചതല്ലേ, കാന്തപുര ഉസ്താദ് സംസാരിച്ചതല്ലേ, എല്ലാ ആലിമീങ്ങളും സംസാരിച്ചതല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാ അതിന്റെ പരസ്യ പത്രത്തിൽ കൊടുക്കുന്നത്? ഈ അന്ധവിശ്വാസം എന്തിനാ പ്രചരിപ്പിക്കുന്നത്? ഞാൻ സങ്കടം വെച്ച് ചോദിക്കാൻ എന്നായിരിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞോ? ഈ വേങ്ങാട് തരീഖത്ത് അതിന്റെ കഥ കേൾക്കാൻ 147 കത്താ എനിക്ക് മുരീദന്മാർ അയച്ചത്. 147 കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ തരീഖത്തിനെതിരെ സംസാരിച്ച വകയിൽ 147 കത്ത്. അതിലൊരു കത്തിന്റെ ഹെഡിങ് വെക്കണമെങ്കിൽ പേരോട് ദജ്ജാൽ സഖാഫിക്ക് ഒരു തുറന്ന കത്ത്. ഒരു കത്തിന്റെ ഹെഡിങ് ആണത്. എന്തിന്? പേരോടില്ല ദജ്ജാലെ, നീ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കുന്നത് നിനക്ക് നല്ലത്. പക്ഷേ നീ എന്റെ വേങ്ങാട് ശേഖനെ പറ്റി 838 കാസർകോട് സായാഹ്ന പത്രത്തിൽ കൊടുത്ത ലേഖനവും 14 സിറാജ് പത്രത്തിൽ കൊടുത്ത ലേഖനവും വായിച്ചു. അപ്പോൾ മനസ്സിലായി ദജ്ജാലിന്റെ പണി തുടങ്ങിയെന്ന്. ഒറ്റക്കണ്ടം ദജ്ജാൽ എന്ന നിനക്ക് സ്വന്തം കുടുംബത്തെ തിരിച്ചറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ചീത്ത പറയുന്ന കത്താണ് ഇത്. ഒരു മുരീദിന്റെ കത്ത്. വേറൊരു മുരീദിന്റെ കത്താണിത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തുറന്ന കത്ത്. താങ്കൾ ഈ കാലഘട്ടത്തിൽ ഒറ്റക്കണ്ടം ദജ്ജാലിന്റെ പ്രവർത്തനമാണ് എന്നിട്ട് വേറൊരു ചങ്ങാതിന്റെ കത്ത്. 2 പെണ്ണുങ്ങൾ ഇയാളെ തരീഖത്തിൽ കുടിക്കാൻ 2 പെണ്ണുങ്ങളെ കത്ത്. ഇബിലീസ് എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ അവനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനെ കാണാനും അവന്റെ ദുഷ്ട സ്വഭാവവും അസൂയം എന്താണെന്ന് അറിയുകയും ചെയ്തു. ആ ഇബിലീസ് ആരാണെന്ന് അറിയേണ്ട, അത് നീ തന്നെയാണ് പേരോടെ. ഈ തരീഖത്തിൽ കുടിക്കാൻ 2 പെണ്ണുങ്ങൾ ചേർത്താണിത്. ഇങ്ങനത്തെ 147 കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ വ്യാജ തരീഖത്തിനെ എതിർത്ത വകയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണിതിന്റെ കഥ? എന്താണിതിന്റെ കഥ? സുബ്ഹാനല്ലാഹ്. ഇപ്പോ മൂപ്പര് വയസ്സായിട്ട് വരുന്നില്ല, മൂപ്പര് ബാംഗ്ലൂർ കുത്തിരിക്കുക. എന്നിട്ടോ ഈ മാഹിയിലുള്ള ഒരു സാധു മനുഷ്യന്റെ ഒരു ചുക്കും അറിയാത്തൊരു മനുഷ്യൻ അയാളെ പിടിച്ച് ഖലീഫയാക്കി. എന്നിട്ട് ആ ഖലീഫന്റെ ഭാര്യയും ഖലീഫന്റെ ആൾക്കാരും മറ്റുള്ള പെണ്ണുങ്ങളും, അതിൽ പൊട്ടുതൊട്ട പെണ്ണുങ്ങളുണ്ട്, തൊടാത്ത പെണ്ണുങ്ങളുണ്ട്, ഒക്കെ ഈ ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കുക. ഒരു പെണ്ണിന്റെ അടുത്ത് ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖ് തൊള്ളയിൽ കേക്ക് വെച്ചു കൊടുക്കുക. ഏത്? സ്വന്തം ഭാര്യന്റെ അല്ല, മക്കളതല്ല, ആരാം പെണ്ണുങ്ങളെ. എന്നിട്ടോ ഇവിടെ മുഖം ശരിക്കും കാണാത്തോണ്ട് ഇതങ്ങ് എടുത്താളാൻ തട്ടം കെടുത്തു ഷെയ്ഖ്. ഒന്ന് നന്നായിട്ട് കാണാനേ. വയസ്സ് 90 ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വളരെ മോശക്കാരനാ ഷെയ്ഖും സാനി എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പെണ്ണുങ്ങൾക്കെല്ലാം കേക്ക് മുറിച്ചിട്ട് കൊടുക്കും ഇയാൾ തൊള്ളയിൽ. നിങ്ങളൊന്ന് കണ്ടോളി, പൊട്ടു തൊട്ടോ തൊടാത്തോ ഒക്കെ. ഏത്? ഈ വേങ്ങാട് ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട്. പൊട്ടുതൊട്ടോ
മതി മതി, സമയം മതിയാവില്ല. മതി. എന്നിട്ട് ഞാനിത് പത്രക്കാർക്ക് കൊടുത്തപ്പോ ഇവര് പല കുടുംബങ്ങളാണ്. എങ്ങനെ ഇയാൾക്ക് പൊട്ടുവട്ട പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടായത്? സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് കത്തിന് ഭീഷണിയാണ്, ഇന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കുമെന്ന് ഭീഷണി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞത്, നിങ്ങളെ ഭീഷണിക്കും നമ്മൾ മുഴങ്ങൂല, നമ്മൾ നിങ്ങളെ ഭീഷണിക്ക് മുഴങ്ങൂല, നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുകൊണ്ട് കാവലാക്കൂന്ന മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുത്തരിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ അസത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് നിർത്തിവെക്കുന്ന വിചാരിച്ചത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ദീന് ദീനായിട്ട് പറയും. കുറെ തട്ടിപ്പുകാർക്കുള്ളതാണോ ഇസ്ലാം ദീൻ? എന്റെ നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാലേ എന്താണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാൽ ഇവർ പറഞ്ഞറിയോ, ഇവര് നമ്മളെ ഭീഷണിപ്പെടുത്തിയ എന്താ ഭീഷണി അറിയോ? നമ്മളെ വേങ്ങാട്ട ശൈഖ് ചെയ്ത പണി അറിയുന്നത്, മൂപ്പര് CD ഇറക്കി. ആ CD പറയുന്നത്, ഗവൺമെന്റിനോട് ഞാൻ പറയാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേരോടും സമസ്തയാണ് ഉത്തരവാദി, അവരെന്നെ കൊല്ലാൻ നടക്കാണ്. എനിക്ക് ഇയാളെ കൊല്ലണോ? ഈ വയസ്സായ 90 വയസ്സുള്ള ഇയാളെ കൊല്ലാൻ നടക്കണോ ഞാൻ? അത് വെച്ചു കൊടുത്തവനെ. ഇനി അഥവാ എനിക്കും എന്റെ ഖലീഫമാർക്കും വല്ല ഭീഷണിയോ വല്ല അബദ്ധമോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നു, ഈ പേരോടും അതിന് തരപ്പെട്ട ആളുമായിരിക്കും എന്റെ പിന്നിൽ. യാതൊരു സംശയമില്ല. അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്തയും ഈ പേരോടും എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട്. അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ, എനിക്ക് വല്ല അബദ്ധം മരണപ്പെട്ടാണെങ്കിൽ ഈ കൗമയങ്ങളെ പിടിച്ചോ ഗവൺമെന്റിനോട് ഞാൻ പറയും. ഗവൺമെന്റിനോട് പറയാം, എന്ത് പേരോട് സമസ്യയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളി, ഉള്ളാളും തങ്ങളെയും പേരോട് ഞാൻ വിളിക്കണ്ടേ. മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഉള്ളാളും തങ്ങളും കാന്തപുര സ്ഥാതു പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ. ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഇയാള് ഇവിടെ ഉണ്ടായിട്ട്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇങ്ങനത്തെ കക്ഷികളൊക്കെ എന്താ ഇന്ന് ഗവൺമെന്റിനെ പേടിച്ചു കുത്തിരിക്കുക. കറാമത്ത് തിരിച്ചാ മനസ്സിലാക്കണോ? എന്നിട്ട് ഇത് വലിയ കറാമത്തിന്റെ ആളാന്ന് പറഞ്ഞിരിക്കേ.